ഞാൻ എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് നിങ്ങളുമായിട്ട് എന്ന് ഷെയർ ചെയ്യും. എനിക്ക് അല്ലെങ്കിൽ എന്തോ ഒരു മനസ്സിനൊരു ഇതുണ്ട്, അതിർത്തിയുണ്ട്. എല്ലാം നിങ്ങൾ പലരും എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അച്ഛമ്മ കഴിയുന്ന രീതിയിൽ എന്നും എന്തെങ്കിലും വീഡിയോ ഇടണേ എന്ന് അങ്ങനെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതാണ് എൻ്റെ പ്രചോദനം. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ? ഇവിടെ ഇന്ന് മഴ ഉച്ചവരെ ഇല്ലായിരുന്നു. ഇപ്പോൾ വീണ്ടും ഉച്ചയ്ക്ക് ശേഷം മഴയുണ്ട്, നല്ല മഴയുണ്ട്. ദീപാവലിക്ക് തൊട്ട് നല്ല മഴയാണ്. ദീപാവലി എല്ലാവരും ആഘോഷിച്ച് കഴിഞ്ഞു. പിന്നെ എന്തൊക്കെയുണ്ട് വീട്ടിൽ വിശേഷങ്ങൾ? ഞാനിന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു റെസിപ്പിയാണ്. കിച്ചണിലേക്ക് പോകാം. ഇന്നത്തെ അടുക്കള വിശേഷങ്ങളിൽ ഒരു വിശേഷം ഇത് തന്നെയാണ്. ഇതിനെ നമ്മുടെ നാട്ടിൽ ഇതിനെ വള്ളിപ്പയർ എന്നാണ് പറയുന്നത്. ഇത് കിട്ടിയിട്ട് 2-3 ദിവസമായി കേട്ടോ. അല്പം വാടിപ്പോയി. നല്ല ഫ്രഷായിട്ടാണ് കിട്ടിയത്. വാടിപ്പോയി, കുഴപ്പമില്ല, ഡാമേജ് ആയില്ല. ഇതിട്ടൊരു റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിൽ നിന്ന് കുറച്ച് വള്ളിപ്പയറെടുത്ത് ഞാൻ കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു തോരൻ ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതിനോടൊപ്പം വേണമെങ്കിൽ നമുക്ക് കുറച്ച് സവാള ചേർക്കാം, കൊച്ചുള്ളി ചേർക്കാം. ഞാനൊന്നും ചേർക്കുന്നില്ല. ഇത് മാത്രം എടുത്ത് തോരൻ വെച്ചാൽ ഇതിൻ്റെ ഭയങ്കര ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. ശരി. വള്ളിപ്പയർ തോരൻ വെക്കുന്നതിന് വേണ്ടിയിട്ട് മിക്സിയിൽ ഒന്ന് ഒതുക്കി എടുക്കുന്നതിന് വേണ്ടി ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളതാണ് കുറച്ച് തേങ്ങ, ചെറിയ തേങ്ങ. അതിനോടൊപ്പം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ജീരകം, വെളുത്തുള്ളി. ഇത് കടുക് വറുക്കുന്നതിന് വേണ്ടിയാണ്. ഇത് ചീനച്ചട്ടിയിൽ കടുക് വറുത്ത് ഇത് ഉഴുന്നും മുളകും ഇട്ട് ഇതൊന്ന് ചുവന്ന് വരുമ്പോഴേക്കും അരിഞ്ഞു വെച്ചിരിക്കുന്ന വള്ളിപ്പയറെടുത്ത് അതിട്ട് കൊടുക്കും. ഉഴുന്നും മുളകും ഒക്കെ ചുവന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വള്ളിപ്പയർ ചേർത്ത് കൊടുക്കുന്നു. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിലേക്ക് ഇച്ചിരി അതിനാവശ്യമുള്ള ഉപ്പ് നീര് ചേർത്ത് കൊടുക്കുന്നു. നല്ലതുപോലെ ഇളക്കി വേകുന്നതിന് വേണ്ടി ഒരു അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുക. 2-3 സ്പൂൺ വെള്ളം, അത്രയും മതിയാവും. ഒഴിച്ച് അടച്ചിടാൻ പോവുകയാണ്. വള്ളിപ്പയർ നല്ലതുപോലെ വെന്ത് കഴിഞ്ഞു. ഇച്ചിരി വെള്ളം കൂടെ ചേർത്തോളൂ. ഇനി അതിലേക്ക് നമുക്ക് ഒതുക്കി വെച്ചിരിക്കുന്ന അരപ്പിടാം. തേങ്ങ, മുളക് പൊടി, മല്ലിപ്പൊടി, വെളുത്തുള്ളി, ജീരകം, ഇത്ര മാത്രമേ ഉള്ളൂ. ഇഞ്ചിയില്ല, അതുപോലെ വെളുത്തുള്ളി ഉണ്ട്. ഇനി ഇതിനെ നമുക്ക് നല്ലതുപോലെ ചിക്കി ഉലർത്തിയെടുക്കാം. അങ്ങനെ വള്ളിപ്പയർ കൊണ്ടുള്ള റെസിപ്പി, അതായത് വള്ളിപ്പയർ തോരൻ റെഡി. എന്തൊരു ടേസ്റ്റാണെന്നോ. ഉപ്പെല്ലാം പാകത്തിനുണ്ട്. ചിക്കി ഉലർത്തി വാങ്ങാം. ചോറിനോടൊപ്പം നമുക്ക് കഴിക്കാം. നല്ല കാൽഷ്യം അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഈ വള്ളിപ്പയർ. ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. ഇത്രയും സമയം എൻ്റെ വീഡിയോ കണ്ടതിൽ വളരെ സന്തോഷം. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.